2020 പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച അഖിൽ മാരാർ പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നും മുന്നോട്ട് സഹകരിച്ചു പോകാനാകുന്നില്ല എന്നും വിമർശനം. തെരഞ്ഞെടുപ്പിന് BJP നൽകിയ പണം സാബു ജേക്കബ് സ്ഥാനാർത്ഥികൾക്ക് നൽകിയില്ല എന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് അഖിൽ മാരാർ പടിയിറങ്ങുന്നത്. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. സഹിൻ, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇപ്പോൾ അഖിൽ മാരാർ എന്തൊക്കെയാണ് പറയുന്നത്? സതീഷ, 2020 നിന്നും അഖിൽ മാരാർ രാജിവെക്കുകയാണ്. അഖിൽ മാരാർക്ക് ആരോപണം എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ ജനാധിപത്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്കായി നൽകിയിരുന്ന പണം അത് സാബു ജേക്കബ് സ്ഥാനാർത്ഥികൾക്ക് നൽകിയില്ല എന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നമ്മൾക്കറിയാം, BJP അവരുടെ സ്ഥാനാർത്ഥികൾക്ക് മത്സരത്തിനായി NDAയിലെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ പണം അനുവദിച്ചിരുന്നു. ഈ പണം 2020ക്ക് വേണ്ടി വാങ്ങിയത് സാബു ജേക്കബാണ്. എന്നാൽ ആ പണം സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അഖിൽ മാരാരുടെ ആരോപണം. അത് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ പണം ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ലഭിച്ചിട്ടില്ല എന്ന് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പാർട്ടിയിൽ ജനാധിപത്യം ഒരിക്കലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വിടാൻ താൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് അഖിൽ മാരാർ ഇപ്പോൾ പറയുന്നത്. സനീഷ്, ഇതിപ്പോൾ നേരത്തെ മുതൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇദ്ദേഹത്തിന് 2020യുമായിട്ട് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ പാർട്ടിയുടെ ഒരു വിശദീകരണം കൂടെ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നെ ഈ BJPയിൽ നിന്ന് കേൾക്കുന്ന പോലെ പണം അടിച്ചു മാറ്റേണ്ടുന്നൊരു സ്ഥിതിയുള്ള ആളല്ലല്ലോ ഈ സാബു M ജേക്കബ്. അപ്പോൾ ആ നിലക്കുള്ളൊരു വിശദീകരണമായിരിക്കും ആ ഭാഗത്ത് വരിക. പക്ഷേ പാർട്ടിക്കകത്തൊരു ജനാധിപത്യം ഒന്നും അനുവദിക്കുന്ന ആളല്ല സാബു ജേക്കബ് എന്ന വിമർശനം നേരത്തെയുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ എങ്ങനെയായിരിക്കും 2020യുടെ ഒരു വിശദീകരണം? അഖിൽ മാരാറെ നമുക്ക് നേരിട്ട് കാണാനോ ഫോണിൽ ബന്ധപ്പെടാനോ ആയോ? അഖിൽ മാരാരുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ അല്പനേരത്തിനുള്ളിൽ തന്നെ നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനും കഴിയും. അദ്ദേഹം നേരത്തെ തന്നെ അതൃപ്തനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് തൃപ്പൂണിത്തുറ സീറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു 2020യിലേക്ക് സാബു ജേക്കബ് കൊണ്ടുവന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ സീറ്റിൽ ഈ സാബു ജേക്കബ് അഖിൽ മാരാർക്ക് കൊടുത്തില്ല. അങ്ങനെ വലിയൊരു ആരോപണം അഖിൽ മാരാർക്കുണ്ട്. മറ്റൊന്ന് അഖിൽ മാരാർ പറയുന്നത്, പലപ്പോഴും പല കാര്യങ്ങളിലും സാബു ജേക്കബ് തന്നെ കൂച്ചുവിലങ്ങിടുകയായിരുന്നു. തനിക്ക് വേണ്ടി താൻ സംസാരിച്ച ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതൊരു ജനാധിപത്യം ഉണ്ടാകുന്ന പാർട്ടിയാണെന്ന് വിശ്വസിച്ചാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും 2020യിൽ നിന്നും ജനാധിപത്യം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ജനാധിപത്യം നടപ്പാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതിന് എതിരായി നിന്നത് സാബു ജേക്കബ് തന്നെയാണ്. അതിന്റെ ഒരു അമർശമെല്ലാം ഈ അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ഇടപാടിൽ അഖിൽ മാരാരുടെ ആരോപണം എന്ന് പറയുന്നത്, സാബു ജേക്കബ് ഈ പണം, അതായത് ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരുന്ന കോടിക്കണക്കിന് രൂപ അത് സാബു ജേക്കബ് സ്ഥാനാർത്ഥികൾക്ക് നൽകാതെ മറിച്ചു, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഇത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഇക്കാര്യം താൻ പരാതിയായി സംസ്ഥാന അധ്യക്ഷനോടടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നു. അതായത് ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് അഖിൽ മാരാർ നേരത്തെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഈ പാർട്ടിയിൽ നിക്കക്കളിയില്ലാതെ വന്നപ്പോഴാണ് അഖിൽ മാരാർ പാർട്ടി ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. സനീഷ്, അഖിൽ മാരാർ 2020 വിടുമ്പോൾ ഈ തരത്തിൽ ഇങ്ങനൊരു ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ്, ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല. ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്ക് നൽകാനായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയ പണം സ്ഥാനാർത്ഥികൾക്ക് സാബു M ജേക്കബ് നൽകിയില്ല എന്ന ആരോപണങ്ങളാണ്. ജനാധിപത്യമില്ല എന്നതൊക്കെ ആ നിലക്ക് കാണാമെങ്കിലും ഈ സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് വാങ്ങിയ പണം സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾക്ക് നൽകേണ്ടതാണ്. സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടില്ല. 4 പേരായിരുന്നു ഈ പറയുന്ന 2020യുടെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നത്. അഖിൽ മാരാർ നമുക്കറിയാം, ഈ ബിഗ് ബോസ് പോലുള്ള ഈ സംവിധാനങ്ങളിലൂടെ പരിപാടികളിലൂടെയൊക്കെ വലിയ ഹിറ്റായി മാറിയ ഒരാളാണ്. സിനിമയിലൊക്കെ ചെറിയ മട്ടിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണ് എന്നത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ നമുക്ക് മുന്നിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് കാലം അഖിൽ കോട്ടാത്തല എന്ന പേരിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അഖിൽ കോട്ടാത്തല എന്ന പേരിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരനും മറ്റുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ. സജീവമായിട്ട് പ്രാദേശികമായിട്ട് പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പിന്നീട് ഇടക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരൊക്കെ വരികയും രാജ്യത്താകെ ഒരു BJP തരംഗം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരല്പം BJP അനുകൂല നിലപാടിലേക്ക് മാറുകയായിരുന്നു. അദ്ദേഹം ആ നിലക്കുള്ള പ്രസ്താവനകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൂടെയും മറ്റുമൊക്കെ ഈ പറയുന്ന വീഡിയോകളായിട്ടും ടെക്സ്റ്റായിട്ടും ഒക്കെ അദ്ദേഹം എഴുതുന്നത് എനിക്ക് വായിച്ചത് ഓർമ്മയുണ്ട്. ആ നിലക്ക് BJP അനുകൂലിയായിട്ടുള്ള ഒരാളായി മാറുമ്പോൾ തന്നെയും പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളുമായിട്ടുള്ള അടുപ്പവും
കോൺഗ്രസിലെ ചില നേതാക്കളോടുള്ള ബുദ്ധിമുട്ടും കോൺഗ്രസിൽ താൻ ഉണ്ടായിരുന്നപ്പോൾ നേരിട്ട ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതുകയും മറ്റും ചെയ്തിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരിടത്തൊരു പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥി ആയേക്കുമെന്നൊരു തോന്നലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സീറ്റ് കിട്ടുകയായിരുന്നെങ്കിൽ അദ്ദേഹം കിട്ടുമായിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി തന്നെ മത്സരിച്ചേനെ. പക്ഷേ കോൺഗ്രസിനകത്തേക്ക് ആ നിലക്ക് അപ്പോഴത്തേക്ക് ചില നിർണായകമായ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം BJP അനുകൂലമായ പ്രസ്താവനകളിലൂടെയൊക്കെ ആയിട്ട് കോൺഗ്രസുമായിട്ടൊക്കെ ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ അകന്നിരുന്നു അഖിൽ മാരാർ എന്നതാണ് നമുക്കറിയാവുന്നൊരു കാര്യം. അതേ തുടർന്നാണ് ഈ 2020-ൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നത്. അത് ആ നിലക്ക് അപ്പോൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടൊരു കാര്യമായിരുന്നു. BJP-യോട് നേരിട്ട് ചേരുമെന്നാണ് ചില ആളുകളെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ പക്ഷേ 2020-ലൂടെ NDA മുന്നണിക്കകത്ത് കടക്കുകയാണ് ചെയ്തത്. താൻ ഉറപ്പായിട്ടും ജയിക്കും എന്ന് വലിയ ആത്മവിശ്വാസ പ്രകടനവും മറ്റുമൊക്കെ നടത്തിയിട്ട് ആ നിലക്കുള്ള വാർത്തയുണ്ടാക്കുകയും മറ്റും ചെയ്തിരുന്നു. അതായത് വലിയ കഠിനമായിട്ടുള്ള ഈ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം UDF-ഉം LDF-ഉം സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്ന ഈ മണ്ഡലമായിരുന്നിട്ട് കൂടി താനിതാ ഇപ്പോൾ ജയിക്കും എന്നൊക്കെ പറയാൻ മാത്രം ഉള്ള നല്ല ഒരു എന്താണ് നമ്മൾ പറയുക രാഷ്ട്രീയമായ മേലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയാണ്. അപ്പോൾ ജനാധിപത്യം അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊരു പക്ഷേ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾക്ക് കൈമാറാനായിട്ട് BJP നീക്കിവെച്ച പണത്തിൽ സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് ഒരു കുറച്ചുകൂടെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം അതിനുള്ളത് സംസ്ഥാനത്ത് ഇപ്പോൾ BJP-യുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് വിനിയോഗം ആകപ്പാടെ കുഴപ്പത്തിലായിരിക്കുകയും ഒരുപാട് നേതാക്കൾ ഒരുപാട് പണം അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന വിമർശം അന്തരീക്ഷത്തിലുള്ള സാഹചര്യത്തിലാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വം BJP-ക്കകത്തെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള ആലോചനകളും അന്വേഷണങ്ങളും നടത്തുമ്പോഴാണ് ഇപ്പോൾ അവരുടെ മുന്നണിയിലെ മറ്റൊരു ചെറുപാർട്ടിയായിട്ടുള്ള 2020-ൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയരുന്നത്. ഒരുപക്ഷേ ഇത് അത്രയ്ക്ക് ഗൗരവത്തോടെ എടുക്കാൻ സാധ്യതയില്ല BJP-യുടെ കേന്ദ്ര നേതൃത്വം. ഇതിപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാരണം പറഞ്ഞതായിരിക്കാനും മതിയെന്ന മട്ടിലായിരിക്കും ഒരുപക്ഷേ BJP-യുടെ നേതൃത്വം പെരുമാറുക. കാരണം അവരതേക്കാൾ ഒരു 100 ഇരട്ടി വലുപ്പമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട് നേരിടുമ്പോൾ ഇപ്പോൾ 2020-ലെ ഇത്തരമൊരു അഖിൽ മാരാറിൻ്റെ പോക്ക് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ കാണുന്നൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയിലും നേരത്തെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിലും വളരെ ദീർഘമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ഈ അഖിൽ മാരാർ. പിന്നെ ചെറിയ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം വന്ന് മാധ്യമങ്ങളുടെ ഔട്ട്സ്പോക്കണായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ വിശദമായിട്ട് അദ്ദേഹം നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിലേക്ക് വരുന്ന കിട്ടുന്ന മുറക്ക്